പാഠപുസ്തകം 22-ാം അധ്യായം 11-ാമത്തെ വാക്യം 10-11 വാക്യങ്ങൾ വായിച്ചോളൂ. प्रकाशित वाक्य 22वां अध्याय उसका 10 और 11वां आयत जरा हम पढ़ें. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാചകം, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. उसका आखिरी भाग जो है इस प्रकार है, जो पवित्र है वो पवित्र बना रहे और जो मलिन है वो मलिन बना रहे. സ്തോത്രം. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. पवित्र जो है अपने आप को पवित्र बनाता रहे. കർത്താവായ യേശു പ്രകാശിത് വാക്യ 22 का 10 और 11. കർത്താവായ യേശു തൻ്റെ ദൂതനെ അയച്ച് യോഹന്നാനിലൂടെ നമ്മോട് പറയുന്ന കാര്യമാണിത്. यीशु मसीह जो है अपने स्वर्गदूत को भेजकर യോഹന്നാ को समझाया हुआ वचन है जो हमने पढ़ा. യോഹന്നാനിലൂടെ നമ്മോട് കർത്താവ് സംസാരിക്കുന്നു. യോഹന്നാ के द्वारा परमेश्वर हमसे बातें करता हुआ वचन हमने पढ़ा. സ്തോത്രം. അതാണ് നാം 1-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ കാണുന്നത്. उस प्रकाशित वाक्य के पहले अध्याय के पहले वाक्यों में हम यही बात को पढ़ते हैं. അവിടെ നമ്മൾ ഇന്ന് എടുക്കുന്ന സന്ദേശം നമ്മൾ തുടർച്ചയായിട്ട് പഠിച്ചു വരുന്ന വിഷയമാണ്. हम जो लगातार हफ्ते हफ्ते सीखते हुए आते हुए विषय है, हम सीखने वाले हैं. സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ സാങ്ക്ടിഫൈഡ്, വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ വിശുദ്ധീകരണം. जो धर्मी ठहराए गए हैं वैसे लोगों को पवित्र बनाने की अवस्था के बारे में हम सीख रहे थे. ഇന്ന് വളരെ കുറച്ചു മാത്രം കേൾക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് വിശുദ്ധീകരണം. पवित्रीकरण के संबंध में कलीसियाओं में आजकल में बहुत कम सुनाई देता है. അത് ജനത്തിന് അത്ര സന്തോഷകരമല്ല. वो सभा में आने वाले लोगों के ज्यादा आनंद देने वाला विषय नहीं है. വിശുദ്ധീകരണത്തിന്റെ വിഷയം പ്രസംഗിച്ചതിന്റെ പേരിൽ സഭ വിട്ടുപോയവരുണ്ട്. पवित्रीकरण के विषय में क्योंकि कलीसियाओं में सिखाया जाता है, कई लोग कलीसिया को छोड़ चले जाते हैं. ഈ കഴിഞ്ഞ ആഴ്ചയും അങ്ങനെയുള്ള ചിലരെ സന്ധിപ്പാനിടയായി. और ऐसे कुछ लोगों से मिलने का मौका मिला जो इस विषय से कलीसिया को छोड़ दिए हैं. എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷ ജീവിതത്തിലും എനിക്ക് ഭീഷണികൾ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. मेरे व्यक्तिगत सेवकाइयों में मुझे कई धमकी भी इस विषय से इस कारण से मिला है. വിശുദ്ധീകരണത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. क्योंकि मैं पवित्रीकरण के संबंध में प्रचार करता हूं. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആരും അങ്ങനെയുള്ളവരില്ലെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. मैं प्रभु में यह विश्वास करता हूं कि आप लोग में वैसे कोई न हो. സ്തോത്രം. ഉണ്ടെങ്കിലും ഈ വിഷയം നമ്മൾ പഠിക്കും, പ്രസംഗിക്കും. अगर आप में हो तो भी ये बात पवित्रीकरण के संबंध में प्रचार अभी करूंगा और करता रहूंगा. സ്തോത്രം. ഇനിയും ഞാൻ മാത്രമായിട്ട് ഇവിടെ ശേഷിച്ചാലും ശരി, ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതും പഠിപ്പിക്കുന്നതും നിർത്തുകയില്ല. अगर मैं शायद ये यहाँ पर अकेला हो जाऊं तो भी मैं ये सिखाना और प्रचार करना समाप्त नहीं करूंगा. കാരണം വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. क्योंकि बिना पवित्रीकरण के कोई भी मसीह को देख नहीं पाएंगे. काफी लोगों को ऑक्सीजन कम मिल रहा है. शायद ऑक्सीजन नाक से जो लेता कम पड़ता, तभी मुंह से लेते हैं. ध्यान बराबर जब नहीं होता है, हम जिस वचन हम मनन करते हैं उसमें जब हम आनंदित नहीं हो पाते हैं, तभी हमें कोई आलसी आती है. ठीक है, तो बिल्कुल ध्यान से रहिए. और ദൈവസന്നിധിയിൽ നാം സന്തോഷിക്കുക എന്ന് മുമ്പേ പറഞ്ഞതും ഇതുമായിട്ടുള്ള ബന്ധം അതിനുണ്ട്. और परमेश्वर में आनंदित होना है, वो विषय और ये विषय दोनों संबंधित है. സ്തോത്രം.
നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷത്തോടിരിക്കാം. परमेश्वर की उपस्थिति में आनंद के साथ बैठे हैं. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ സന്തോഷത്തോടിരിക്കുകയാണെങ്കിൽ നമുക്ക് കോട്ടുവായൊന്നും വരത്തില്ല. अगर आनंद के साथ बैठे तो आप लोग यौन नहीं करेंगे, आपको नींद नहीं आएगा. സ്തോത്രം. ശ്രദ്ധയോടിരിക്കുക. आप लोग ध्यानपूर्वक बैठिए. കർത്താവ് നമുക്ക് ആരാണോ, ദൈവത്തിന്റെ വചനം നമുക്ക് എന്താണോ, ഇത് ഒന്ന് വിലയിരുത്തിക്കണം. ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് ഞാൻ നിങ്ങൾക്ക് അത് ഇട്ടു തരുന്നേ ഉള്ളൂ. मसीह कौन है और वचन हमें मसीह के बारे में क्या सिखाता है, इस विषय में मैं आपसे बातें करूंगा. അല്ല, വചനം നമുക്ക് എന്താണ്, वचन हमारे जीवन में क्या है, നാം ഈ വചനത്തെ എന്തായിട്ടാണ് കാണുന്നത്. वचन को किस आधार पर अपने जीवन में हम देखते हैं. രണ്ട്, ഇതിന്റെ എഴുത്തുകാരനായ ദൈവം നമുക്കാരാണ്. और ये जो लिखने वाला पवित्र आत्मा परमेश्वर हमारा जीवन में कौन है. സ്തോത്രം. ആ ബന്ധത്തിന്റെ अടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതിൽ സന്തോഷിക്കാൻ കഴിയുന്നത്. ओ हमारे साथ में उसका रिश्ता क्या है, उसके आधार पर हमें इसमें आनंदित होने का सौभाग्य होगा. അപ്പോൾ നാം മടങ്ങി വരുന്നു വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ വിശുദ്ധീകരണം. जो धर्मी ठहराए गए लोग हैं, उन लोगों को पवित्र बनाना. സ്തോത്രം. വിശുദ്ധീകരണം അശുദ്ധന്മാർക്കുള്ളതല്ല. जो पवित्रीकरण है ये अशुद्ध लोगों के लिए नहीं है. അശുദ്ധന്മാർക്ക് നീതീകരണമാണ് ആവശ്യം. जो अशुद्ध लोग हैं उनको धार्मिक बनाना जरूरी है. എന്നാൽ വിശുദ്ധീകരണം വിശുദ്ധീകരിക്കപ്പെട്ടവർക്കുള്ളതാണ്. मगर धार्मिक लोगों को पवित्रीकरण से गुजरना जरूरी है. കർത്താവായ യേശുവിൽ ദൈവം നമ്മെ വിശുദ്ധീകരിച്ചെങ്കിൽ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധീകരണത്തിൽ തികവ് പ്രാപിക്കണം. अगर परमेश्वर ने मसीह यीशु में हमें क्योंकि धर्मी ठहराया है, ऐसे लोगों को पवित्र करना जरूरी है. അതാണ് നാം ഇപ്പോൾ വായിച്ചത്. यही बात को हमने वचन में पढ़ा. നീതിമാൻ അധികം നീതി ചെയ്യട്ടെ, धर्मी अभी भी अधिक धर्मी बन जाए. അതിനുശേഷം और उसके बाद സ്തോത്രം, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. मलिन जो है वो मलिन बना रहे. അവിടെ പറഞ്ഞിട്ടില്ല അഴുക്കുള്ളവൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെന്ന്. जो मलिन है वो अपने आप को पवित्र करने के लिए नहीं कह रहा. എന്നാൽ അഴുക്കുള്ളവൻ ഇനി അഴുക്കാടിക്കോട്ടെന്നാ പറഞ്ഞു. जो अशुद्ध है वो और भी अशुद्ध हो जाए. എന്നാൽ വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. और जो पवित्र है वो पवित्र बना रहे. Praise God. സ്തോത്രം. അപ്പോൾ വിശുദ്ധന് രണ്ട് പ്രധാന കടമകളുണ്ട്. पवित्र लोगों की दो जिम्मेदारियां हैं. സ്തോത്രം. ഒന്ന്, താൻ ഇനിയും അഴുക്കിലേക്ക് അശുദ്ധിയിലേക്ക് വീഴരുത്. एक जो है अशुद्धता में वो वापस गिर न जाए, इसे ऐसे संभालना है. അതായത് തന്നെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുക. अपने आप को पवित्रताई में बनाए रखें. രണ്ട്, വിശുദ്ധിയുടെ തികവിലേക്ക് എത്തുക. और दूसरा है पवित्रता से वो शुद्धता की ओर पहुंचे. മനസ്സിലായോ? വിശുദ്ധന്റെ രണ്ട് പ്രധാന കടമകളാണത്. दो जिम्मेदारियां जो पवित्र लोगों की है. ഒന്ന്, അവൻ വിശുദ്ധനായി തന്നെ തുടരുക. एक जो है पवित्र होकर ही जीवन व्यतीत करें. അതായത് അവൻ ഇനിയും വീഴരുത് പാപത്തിൽ. वो किसी भी कारण से पाप में वापस गिर न जाए. അവൻ ഇനിയും അശുദ്ധനാകരുത്. वो आगे भी अपवित्र या अशुद्ध न बने. സ്തോത്രം. രണ്ടാമത്തേത് വിശുദ്ധിയെ തികയ്ക്കുക. और जो है पवित्रताई की सिद्धता तक वो पहुंच जाए. ഗ്രോയിങ് ഇൻ സാങ്ക്ടിഫിക്കേഷൻ, അതിൽ വളരുക. पवित्रताई में आगे बढ़े या ऊंचाई में पहुंचे. സ്തോത്രം. അപ്പോൾ ആ ഭാഗമാണ് നാം വളരെ ആഴ്ചകളായിട്ട് ചിന്തിച്ചു വരുന്നത്. ये कई हफ्तों से इस विषय के बारे में हम सोच विचार कर रहे हैं. അതിലിപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിൽ നമ്മുടെ പങ്ക് എന്ത് എന്നുള്ളതാണ്. हमारी पवित्रताई में हमारी जिम्मेदारी क्या बनती है, इस विषय में हम सीख रहे थे. അതിൽ കഴിഞ്ഞ ആഴ്ച ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിച്ചത് ഓർമ്മ കാണുമല്ലോ. पिछले हफ्ते जो आखिरी में हमने सीखा उस विषय को आप लोग याद करते होंगे. रूफस क्या था, याद नहीं?
100 बार इम्पोजिशन लिख करके मुझे देना, ओके? बाकी घर जा करके। रोहन, क्या बोला? ओके, गुड, वेरी गुड. Generate a hatredness towards sin. പാപത്തോട് നമുക്ക് വെറുപ്പ്, വിദ്വേഷം ഉണ്ടാകണം എന്നാണ് നാം പഠിച്ചത്. पाप के खिलाफ एक घृणा हमारे जीवन में हम उत्पन्न करें. അതേ വിഷയത്തിൽ തന്നെ ഇന്നും അല്പകാര്യങ്ങൾ കൂടെ പറയാൻ ഒരു നിയോഗമുണ്ട് എനിക്ക്. और उस विशेष में ही आगे कुछ बात को कहने के लिए मैं आत्मा मुझे प्रेरित कर रहा है. പാപത്തോട് നമുക്ക് വിദ്വേഷം അഥവാ വെറുപ്പ് അല്ലെങ്കിൽ പക ഉണ്ടാകണം. पाप से आप विद्वेष करें या उससे घृणा करें आपके जीवन में. അതായത് പാപത്തോട് സ്നേഹമരുത്. इसीलिए ये कहते हैं कि पाप से किसी भी प्रकार का रिश्ता या प्रेम न करें. ഹെയ്റ്റ് അഥവാ വെറുപ്പ് എന്നുള്ളതിന് മൂലഭാഷ മിസിയോ എന്നുള്ളതാണ്. മിസിയോ, MISEO, മിസിയോ. उसका मूल भाषा में घृणा को मिसियो का शब्द है. വെർബ് है, ആ ക്രിയാപദമാണ് ടു ഹെയ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. और उसका क्रिया है कि घृणा करना. അതിന്റെ നൗൺ ഉണ്ട്, സംജ്ഞയുണ്ട്. അതാണ് എക്ട്രാ, ECHTHRA, എക്ട്രാ എന്നാണ് ആ ഗ്രീക്ക് പദം. और एक्ट्रा है जो ग्रीक में उसका नाउन फॉर्म एक्ट्रा. അതിന്റെ അർത്ഥമാണ് ഹേറ്റ്രഡ് അഥവാ വെറുപ്പ്. और उसका भी यही है कि हेट्रेड या घृणा करना. ഒന്നാമത്തേത് വെറുക്കുക എന്ന ഒരു കർമ്മമാണ്. तो दूसरा एक तो है वो क्रिया है या वर्ब है. രണ്ടാമത്തേത് സംജ്ഞയാണ് വെറുപ്പ്. और दूसरा उसका नाउन फॉर्म है, वो भी है घृणा ही कहते हैं. ആ പദം അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പത്തിനു വേണ്ടി അതിന്റെ വിപരീത പദം പറയാം. आसानी से ये शब्द को समझने के लिए उसका विपरीत क्या बात है वो विपरीत को समझते हैं. എന്താണ് വെറുപ്പെന്ന് പറഞ്ഞാൽ? घृणा करना, उसका मतलब मायने क्या है? അതിന്റെ എളുപ്പം മനസ്സിലാക്കാൻ അതിന്റെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. उसका विपरीत शब्द क्या है? घृणा करना, उसका विपरीत क्या हो सकता है? प्रेम करना. Yes, it is the opposite of agape. अगापे प्रेम का विपरीत है घृणा. അഗാപ്പെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവ സ്നേഹത്തെ കുറിക്കുന്ന പദമാണത്. परमेश्वर के प्रेम को दर्शाने वाला एक शब्द है अगापे. അഥവാ സാക്രിഫൈഷ്യൽ ലവ്, ത്യാഗപരമായ സ്നേഹത്തെ കുറിക്കുന്നതാണ് അഗാപ്പെ. त्यागपूर्ण प्रेम को प्रदर्शित करने वाला एक शब्द है अगापे. ആ അഗാപ്പയുടെ നേരെ വിപരീതമാണ് വെറുപ്പ്, എക്ട്രാ എന്ന് പറയുന്നത്. और प्रेम का अगापे का विपरीत शब्द है घृणा करना या एक्ट्रा कहते हैं. എക്ട്രാ करके जो ഗ്രീക്ക് ശബ്ദ है. സ്തോത്രം. ഇപ്പം വെറുപ്പിന്റെ കാര്യം മനസ്സിലായല്ലോ. आप लोग समझ गए होंगे घृणा का मतलब क्या है. मतलब അങ്ങനെയാകുമ്പോൾ വെറുപ്പ് എന്ന് പറഞ്ഞാൽ കടുത്ത ശത്രുത എന്ന, मतलब घोर शत्रुता जिससे पालते हैं उससे हम घृणा करते हैं. ഹോസ്റ്റിലിറ്റി, എൻമിറ്റി, എൻവി എന്നൊക്കെ നമുക്ക് ഈ ഹേറ്റ്രഡിനെ വിളിക്കാം. उस जिससे शत्रुता करते हो, जिसको नापसंद करते हो, घृणा करते हो. സ്ട്രോങ് ഡിസ്ലൈക്ക്, ഒട്ടും ഇഷ്ടപ്പെടാതിരിക്കുക, ഭയങ്കര ഇഷ്ടക്കേട്. और भयंकर किसी से नापसंदीदा करना और द्वेष करना. അപ്പോൾ പാപത്തോട് ഒരു വിശുദ്ധന് ഉണ്ടായിരിക്കേണ്ട മനോഭാവമാണ് ഈ പറഞ്ഞത്. एक पवित्र व्यक्ति जो पाप के संदर्भ में कैसा रिश्ता या रखना है उसे कहते हैं कि वो घृणा करना है. उसे പാപത്തോട് യാതൊരു തരത്തിലും ഇഷ്ടമുണ്ടാകരുത്. किसी भी प्रकार से पाप से वो प्रीति या प्रेम न रखें. അതിൽ ഒട്ടും രുചി തോന്നരുത്. और उसमें कोई भी
स्वाद उसको महसूस न हो। പാപത്തെ നാം സ്നേഹിക്കരുത്. हम प्रेम कभी न करें पाप से। സ്തോത്രം. പാപത്തെ നാം വെറുക്കുക. पाप को हमेशा घृणा करे, അതിനോട് എപ്പോഴും ശത്രുത പുലർത്തുക. और उससे हमेशा बैर रखें, അനിഷ്ടമുള്ളവരായിരിക്കുക. और उसके खिलाफ ही हमेशा जाएं। അതിന്റെ പല അർത്ഥങ്ങളുണ്ടെങ്കിലും ഒരു നിർവചനം ഞാൻ വായിക്കാം. और उसका कई मतलब है, मगर एक और मायने समझाता हूं आपको. This hate या hatred is a right feeling of aversion from what is evil. That means what is sinful, what is wrongdoing. അരുതായ്മയോടുള്ള ഒരു വിമുഖതയാണ് ഈ വെറുപ്പ് എന്ന് പറയുന്നത്. ഇറ്റ്സ് an aversion. वो एक किसी भी काम को करने से घृणा करना या फिर हमेशा उससे दूर रहना. പൊതുവെ വെറുപ്പ് നെഗറ്റീവായ ഒരു കാര്യമാണ്. घृणा बोले तो एक नकारात्मक इमोशन है. ഞാനിപ്പോൾ അലക്സ് ബ്രദറിനെ വെറുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ മാലീഷ്യസ് നേച്ചർ ഇൻ മീ. अगर मैं एलेक्स के साथ घृणा करता हूं, ये एक नकारात्मक इमोशन है हमारे जीवन में. അതൊരിക്കലും ഇറ്റ് ഈസ് അൺജസ്റ്റിഫയബിൾ. അതൊരിക്കലും നീതീകരിക്കാൻ ഒക്കാത്ത ദുസ്വഭാവമാണ്. वो कभी भी इसका न्याय नहीं कर सकते, न्याय नहीं करने वाला बात है कि किसी को बैर करना या द्वेष करना. അങ്ങനെ നെഗറ്റീവായ സ്വഭാവമാണ് പൊതുവെ ഈ വെറുപ്പ് വിദ്വേഷം എന്നൊക്കെ പറയുന്നത്. ऐसा नकारात्मक इमोशन क्रिएट करने वाला एक शब्द है हेट करना या द्वेष करना या बैर करना. പക, പിണക്കമൊക്കെ അതുകൊണ്ടാണ് ജഡത്തിന്റെ പ്രവൃത്തികളായും പാപമായും ബൈബിൾ പറയുന്നത്. इसीलिए दूसरों को द्वेष करना, घृणा करना, ये सब पाप के सूची में बाइबल में वचन में लिखा गया है. എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് വെറുപ്പ് എന്ന് പറയുന്നത് പാപമല്ല, നെഗറ്റീവ് അല്ല, അത് വിശുദ്ധിയുടെ ഭാഗമാണ്. मगर यहाँ पर घृणा सिखाता है कोई नकारात्मक आधार पे नहीं, कोई पाप के आधार पर नहीं, पाप से घृणा करने के संबंध में सिखाया गया അത് है. പോസിറ്റീവ് ആണ്, അത് റൈറ്റ് നേച്ചർ ആണ്, ശരിയായ പ്രകൃതമാണ്. मगर ये बात जो सिखाता है ये सकारात्मक है और ये अच्छी बात है कि हम पाप से घृणा करते हो. അതുകൊണ്ടാണ് നാം അതിനെ കണ്ടത് ഇറ്റ്സ് എ റൈറ്റ് ഫീലിംഗ് ഓഫ് അവേർഷൻ ഫ്രം വാട്ട് ഈസ് ഈവിൾ. ദുഷ്ടമായ, തിന്മയായ, അശുദ്ധമായവയിൽ നിന്ന് നാം തിരിഞ്ഞു മാറിപ്പോകുന്ന ഒരു മനോഭാവം. कोई भी अशुद्धता से पीछा छुड़ाकर उससे बचना, ये कोई अच्छी बात है आपके जीवन में होना. സ്തോത്രം. ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ സൂസൻ ജോസിയുടെ മമ്മിയുടെ ഒരു കാര്യം പറഞ്ഞു. कल के दिन में हम बातें कर रहे थे तो जोशी के मम्मी के संबंध में मेरी पत्नी ने मुझसे कुछ बात कही. കേരളത്തിൽ ഒരിക്കൽ കുറച്ച് വർഷങ്ങളൊന്നും ഒരു 30 years ബാക്ക് ആണെന്ന് തോന്നുന്നു, ഒരു റെയിൽവേ ട്രെയിൻ അപകടം ഉണ്ടായി. 30 साल पहले केरल में एक रेल दुर्घटना हुई. കുറേയേറെ പേര് കായലിൽ झील വീണ് മരിച്ചു. कई लोग जो हैं झील में गिरकर पानी में डूबकर मर गए. അതിനുശേഷം വളരെ നാളുകളോളം സൂസന്റെ അനിയത്തി ജോഷിയുടെ മമ്മി മീൻ കൂട്ടത്തില്ലായിരുന്നു. और उसके बाद में जोशी की मम्मी जो इनकी बहन है वो जो है मच्छी नहीं खाती थी. കൊടുക്കുമ്പം പറയുമായിരുന്നെന്ന്, ഉള്ള മനുഷ്യരുടെ ശവമെല്ലാം തിന്ന് മീനുകളാ, എനിക്ക് വേണ്ട. और वो मच्छी देने पर खाने में तो वो कहती थी कि ये मच्छी जो है मरे हुए लोगों का शरीर खाने वाली मच्छी है, मैंने पसंद करूंगी. നാളുകളോളം അവള് കഴിച്ചില്ല അത്ര. कई सालों तक उसने उस प्रकार मच्छी नहीं खाती थी. എന്താണ്? किस लिए? വെറുപ്പ്. क्योंकि उससे घृणा करती थी. എന്തിനോട്? किसके लिए, किससे घृणा करती थी? മനുഷ്യന്റെ ശവത്തോട്. मनुष्य के लाश से वो घृणा करती थी.
അതുകൊണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനിനെയും അവൾ കഴിച്ചില്ല. और उससे सबसे पसंदीदा आहार है मछली, मगर मछली को भी वो त्याग दिया उसने. അതിനോട് ഒരു വിമുഖത, ഒരു അനിഷ്ടം കാണിച്ചു. और मछली को भी आहार से उसने त्याग दिया. ഏറ്റവും ഇഷ്ടമുള്ളതിനോട് പോലും വിമുഖത കാണിക്കുന്ന ആ ഒരു പ്രത്യേകത വെറുപ്പിന്റെ പോസിറ്റീവായ അർത്ഥത്തിൽ വരുന്നതാണ്. हमें जो पसंदीदा भोजन है उसे भी त्याग देना ये जीवन का एक पॉजिटिव चीज है करके बताता है. അതിനെപ്പറ്റിയാണ് തിരുവെഴുത്തുകളിൽ പല ഭാഗത്തും നാം കാണുന്നത്. और इसी विषय में वचन में कई भागों में हम देख सकते हैं. സ്തോത്രം. നോക്കൂ, റോമൻസ് 7:15. रोमियो का पत्री 7:15. കണ്ടോ? എനിക്ക് മലയാളത്തിൽ എങ്ങനെ അത് പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. പകയ്ക്കുക, റോങ് ഡൂയിങ്. ഒന്നാമതിനെ വെറുക്കണം. जिससे घृणा आती है वही करता हूं करके. ഹീബ്രൂസ് 1:9 കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചൊരു വാക്യമാണത്. എബ്രായർ 1:9. इब्रानियों 1:9. ബസ് അധർമ്മ സെ ബയർ. കഴിഞ്ഞ ആഴ്ച നമ്മൾ 45-ാം സങ്കീർത്തനത്തിൽ നിന്നായിരുന്നു അത് കണ്ടത്. സ്തോത്രം. നീ നീതിയെ ഇഷ്ടപ്പെട്ടു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. तू धार्मिकता से प्रेम करता और अधर्म से बैर रखता है. സ്തോത്രം. മറ്റൊരു വാക്യം നമുക്ക് അറിയാവുന്നതാണ്. ജൂഡ് 23. यहूदा 1:23. പാപം കൊണ്ട് അശുദ്ധമായ വസ്ത്രത്തെ പോലും പകയ്ക്കുക. पाप के द्वारा जो अपवित्र हो गया है उस पवित्र वस्त्र से भी घृणा करो. Revelation 2:6. Hate the way or the doctrine or teaching of Nicolaitans. നിക്കലോവിയരുടെ പ്രവർത്തികളെ, ഉപദേശങ്ങളെ വെറുക്കുക. निकलोवियों के कामों से भी घृणा करो. സ്തോത്രം. അപ്പോൾ നാം ഈ ഭാഗങ്ങളിൽ കാണുന്നത് നമുക്ക് പോസിറ്റീവായി ഉണ്ടാകേണ്ട വെറുപ്പിനെ കുറിച്ചാണ്. हमारे जीवन में होने वाला सकारात्मक घृणा के संबंध में इन वचनों में हमें सिखाता है. എന്തിനോടൊക്കെയാണ്? किन किन विषयों से घृणा करना है? പാപത്തോട്, पाप से, റോങ് ഡൂയിങ്, തെറ്റായിട്ടുള്ള സകലത്തോടും, गलत सभी बातों से हमें घृणा करना है. പിന്നെ ദുഷ്ടതയെ ദ്വേഷിക്കണം. और सभी प्रकार के दुष्टता को घृणा करना है. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകയ്ക്കണം. और हमारे शरीर के द्वारा अशुद्ध हुआ वो वस्त्र को भी से भी घृणा करना है. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വസ്ത്രത്തെ പകയ്ക്കുന്ന കാര്യമല്ല കേട്ടോ. इसका मतलब ये नहीं है कि कोई भी हम पहनने वाला कपड़े से घृणा करें. ഫിഗറേറ്റീവ് യൂസേജ് ആണ് അവിടെ. സ്തോത്രം. അവിടെ എന്താ സാദൃശ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. वो उदाहरण के तौर पर हमें समझाने के लिए कहा गया है वहां എന്ന് പറഞ്ഞാൽ പാപത്തോട് അത്രയ്ക്കും അകന്നു നിൽക്കണമെന്ന്. और वो ये कहने का तात्पर्य यह है कि पाप से उतना दूर बना रहे. സ്തോത്രം. പിന്നെ തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരോടും നാം അകന്നു നിൽക്കണം. और दूसरा है गलत शिक्षाओं को दिलाने वाले टीचर्स से भी हम दूर रहें. ജോളി ആന്റി ഇന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ വായിച്ച വാക്യം കേട്ടല്ലോ. ദുഷ്ടന്മാരുടെ
ആലോചന പ്രകാരം നടക്കാതിരിക്കുക. और दुष्ट लोगों के सलाह के अनुसार जीवन में आगे न बढ़े. എത്ര നമുക്ക് പ്രിയപ്പെട്ടവരായാലും ദുഷ്ടമായ ആലോചനകൾ തന്നാൽ അത് നാം അനുസരിക്കരുത്. कितने भी हमें प्यार करने वाले लोग हो, अगर दुष्ट सलाह हमें देते हैं उसके आधार पर हम जीवन बिताए नहीं. നമുക്കൊത്തിരി കടപ്പാടുകളുള്ള വ്യക്തികളായിരിക്കാം. അവർ പറയുന്നത് തെറ്റാണെങ്കിൽ ആ കടപ്പാടിന്റെ പേരിൽ ആ തെറ്റുകളെ നാം അനുസരിക്കരുത്. हम हमारा काफी अच्छा रिश्ता होगा, हम काफी जिम्मेदारी के साथ उनका पीछा करने वाले होंगे, मगर गलत शिक्षा देने पर हम उसका पीछा न करें. ഞാൻ എൻ്റെ കിഡ്നി കൊടുത്തതായിരിക്കും സുർജിത് ബ്രദറിന്, ശരിയാ? मैं शायद मेरा किडनी भी अगर सुजीत भाई को दे दे तो भी, എൻ്റെ കിഡ്നി കൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നതെന്ന് വന്നാലും ഞാൻ അരുതാത്തത് പറഞ്ഞാൽ നോ പറയാൻ സുർജിത് ബ്രദറിന് കഴിയണം. अगर मेरा किडनी के द्वारा सुजीत भाई अगर जिंदा हो तो भी मैं गलत सलाह दे और उनका पालन, गलत सलाह का पालन न करें. എനിക്കതിൽ ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട്. और मुझे बेहद पसंदीदा ऐसे कुछ लोग हैं. അവരുടെ പേരാണ് സൺസ് ഓഫ് കോറ, കോരഹിന്റെ പുത്രന്മാർ. कोरा के बेटे वैसे लोग हैं. കോരഹിനെയും ഭാര്യയെയും ബന്ധുക്കളെയും മൃഗങ്ങളും പാത്രങ്ങളും ഉൾപ്പെടെ ഉള്ളവയെ ഭൂമി വായു പിളർന്ന് ജീവനോട് വിഴുങ്ങി. कोरा की पत्नी को, उनके बच्चों को, उनके भेड़ बकरियों को भी जमीन जो है पूरी तरह खोलकर निगल लेता है. എന്നാൽ ഈ മക്കൾ ആ അപ്പന്റെ കൂടെ നിന്നില്ല. मगर उनके बच्चे जो हैं उनके संग कभी नहीं रहे. പിന്നെ ആരുടെ കൂടെ ഈ കോരഹിന്റെ മക്കൾ നിന്നത്? मगर कोरा के बच्चे किनके साथ रहे? കോരഹ് ആരോടാണോ എതിർത്തത് ആ മോശയുടെ പക്ഷത്ത് നിന്നു. कोरा जिनके विरोध में खड़े थे वो मोशा के साथ में कोरा के बच्चे खड़े हो गए. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? अगर उस अवस्था हमारे जीवन में भी हो तो हम किसके साथ रहेंगे? നമ്മുടെ പപ്പായും മമ്മിയും അല്ലെങ്കിൽ വൈഫും ഹസ്ബൻഡും അല്ലെ നമ്മുടെ മക്കൾ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. എന്നാൽ അവർ എതിർക്കുന്നവരാണ് ശരി വചനപ്രകാരം. നാം അങ്ങനെ ഉള്ളപ്പോൾ ആരുടെ പക്ഷം നിൽക്കും? हमारे बच्चे शायद खड़े हों, उनके गलत बातों को कहने वाले कुछ लोग खड़े, गलत कहने वाले बच्चे हैं और सही बात करने वाले कुछ लोग हैं. क्या हम अपने बच्चों के साथ रहेंगे या सही करने वालों के साथ रहेंगे? സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, दुष्ट लोगों के सलाह या आज्ञा के अनुसार न चलें. അതാണ് നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുക എന്ന് പറഞ്ഞു. इसीलिए निकलोवियों के कामों से घृणा करो, ऐसा लिखा है वचन में. നിക്കലോവിയർ ആദിമ ദൈവസഭയിലെ ഒരു ശക്തരായ സമൂഹമായിരുന്നു. एक सेवकाई में बहुत आगे बढ़ने वाले लोग थे कलीसिया के अंदर. പക്ഷേ അവർക്കൊപ്പം നിൽക്കരുതെന്ന് ക്രിസ്തു സഭയെ ഉപദേശിച്ചു. मगर मसीह ने ये सलाह दिया लोगों को उनके टीचिंग के संग में न रहें. അപ്പോൾ നാം വെറുക്കേണ്ടതായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. हमें जिससे घृणा करना है वो ऐसे कुछ बातों के बारे में बताया. നമുക്ക് വിശുദ്ധരാകണമെങ്കിൽ പാപത്തോട് വെറുപ്പുണ്ടായിരിക്കണം. अगर हमको पवित्र बना रहना है तो हमें पाप से घृणा करना होगा. സ്തോത്രം. ആ വെറുപ്പിന്റെ പകയുടെ അർത്ഥമാണ് നാം ചിന്തിച്ചതും എന്തിനെയൊക്കെ വെറുക്കണമെന്ന് കണ്ടതും. और घृणा के बारे में सीखा हमने, और किन किन बातों से घृणा करना है ये बातों को भी सीखा. മനസ്സിലാവുന്നുണ്ടല്ലോ? इन बातों को समझ रहे हैं आप लोग? എന്തുകൊണ്ട് പാപത്തെ നാം വെറുക്കണം? हम किस लिए पाप से घृणा करना है? ചില കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് ഞാൻ ഓർപ്പിക്കാം. कुछ बातों को वचन से बताता हूं मैं. സ്തോത്രം. അതിൽ ഒന്നാമത്തെ കാര്യം God hates sin. ദൈവം പാപത്തെ വെറുക്കുന്നു എന്നുള്ളതാണ്. क्योंकि परमेश्वर खुद पाप से घृणा करता है. ദൈവം എന്തുകൊണ്ട് വെറുക്കുന്നു എന്നുള്ളത് മറ്റൊരിക്കൽ ഞാൻ പറയാം. और परमेश्वर क्यों पाप से घृणा करता है इसका कारण मैं बताऊंगा बाद में. ഒരു പ്രധാന കാരണം മാത്രം ഇപ്പോൾ പറഞ്ഞ് മുമ്പോട്ട് പോകാം. एक कारण बताकर मैं आगे बढ़ना चाहता हूं. Sin is an antithesis of the nature, the very nature of God.
ദൈവത്തിന്റെ പ്രകൃതത്തിന് നേരെ വിപരീതമായ കാര്യമാണ് പാപം എന്നുള്ളത്. परमेश्वर के स्वभाव के विपरीत अवस्था है पाप, इसीलिए पाप को घृणा करने के लिए परमेश्वर कहता है. Psalms 5:4. भजन संहिता 5:4. സ്തോത്രം. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. तू दुष्टता से प्रसन्न न करने वाला एक परमेश्वर है. കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു നമ്മൾ ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഒരു വാക്യം വായിച്ചായിരുന്നു. हबक्कुक के भविष्यवाणी में हमने एक वचन को पढ़ा था. ഓർമ്മയുണ്ടായിരിക്കുമല്ലോ? आप लोग याद करते होंगे. വായിച്ചോ മോളെ. വായിച്ചോ. ആ ആ ആ बस पहला अध्याय का സ്തോത്രം 1:13. നീ എങ്ങനെയുള്ളവനാണ്? ദോഷം കണ്ടുകൂടാതെ നിർമ്മല ദൃഷ്ടി കണ്ണുകളുള്ളവനാണ്. तू बुराई को देख नहीं सकता, ऐसे शुद्ध आंखों वाला है. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? फिर क्या कहता है? സ്തോത്രം. പീഡനം കാണാൻ നിനക്ക് കഴിയില്ല. और वो उत्पात देखकर वो चुप नहीं रह सकता. സ്തോത്രം. ഞാൻ ന്യൂസ് ഒക്കെ വായിക്കുമ്പം ചില വാർത്തകൾ ഞാൻ വായിക്കാറില്ല. कई बार समाचार पत्र देखने के बाद मुझे लगता नहीं है वो मैं समाचार और भी आगे पढूं. ചില വിഷയങ്ങളോട് എന്തെന്നില്ലാത്ത വിഷമവും ദേഷ്യവും തോന്നാറുണ്ട്. और कई समाचार सुनने के बाद मेरे मन में इतना दर्द होता है, क्लेश होता है कि मैं पढ़ना बंद कर देता हूं. ദൈവം പറയുകയാണ്, അല്ല ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ദൈവം ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. वो परमेश्वर इस प्रकार कहता है कि परमेश्वर दुष्टता को बिल्कुल भी पसंद नहीं करता. ദുഷ്ടൻ ദൈവസന്നിധിയിൽ വസിക്കയില്ല. और दुष्ट व्यक्ति कभी परमेश्वर की उपस्थिति में रह नहीं पाएगा कभी. ഹബക്കൂക്ക് പറഞ്ഞു, ദൈവത്തിന് തിന്മ കാണാൻ കഴിയാത്തതുപോലെ, പീഡനം കാണാൻ നോക്കാൻ കഴിയാത്തതുപോലെ വിശുദ്ധമായ കണ്ണുകളുള്ളവനാണ്. वो परमेश्वर बुराई नहीं देख सकता और उत्पात भी नहीं देख सकता, ऐसा एक पवित्र आंख है परमेश्वर का. ആ ദൈവം പാപത്തെ വെറുക്കുന്നു. ऐसा परमेश्वर पाप से घृणा करता है. സ്തോത്രം. ആ ദൈവം പാപത്തെ വെറുക്കുന്നെങ്കിൽ ആ ദൈവം തനിക്കായി തെരഞ്ഞെടുത്ത ദൈവജനവും പാപത്തെ വെറുക്കണം. अगर परमेश्वर पाप से घृणा करता है तो परमेश्वर के द्वारा चुने गए लोग भी पाप से घृणा करने चाहिए. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടല്ലോ? क्या आप लोग हमारे संग हैं? സ്തോത്രം. വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ടോ ഇന്നത് 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 ചെയ്യുക എന്ന്? क्या पवित्र कलाम हमें सिखाता है ये फलाना 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 चीजें को, कार्यों को करे? സ്തോത്രം. യഹൂദ റബ്ബിമാര് പറയുന്നത് ഏതാണ്ട് 600 ചില്ലുവാനം കൽപ്പനകൾ ബൈബിളിൽ ഉണ്ടെന്നാണ്. अगर पुराने नियम के हिसाब से देखें तो 600 के 30 से ज्यादा आज्ञाएं वो पुराने नियम में दिया गया है. അതിൽ 365 ഡോൺസ്, ഡു നോട്ട്, അരുത് എന്നുള്ളതാണ്. और 365 जो आज्ञाएं हैं वो न करने वाली बातें हैं. എന്തേ പുതിയ നിയമത്തിൽ നമുക്ക് അതുപോലെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടോ? अगर नए नियम में ऐसे क्रियाओं को या न करने वाली बातों के संबंध में एक लिस्ट या सूची दी गई है क्या? നിങ്ങൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുതെന്ന് ഒരുപക്ഷെ അപ്പോയിൻമെന്റ് ലെറ്ററിൽ ഡൂസ് ആൻഡ് ഡോൺസിന്റെ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റൈറ്റ്സിന്റെ ഒരു ലിസ്റ്റ് തരും. अगर आप कहीं नौकरी करने जाओ तो ऑफिस में
क्या कर सकते हैं क्या नहीं कर सकते हैं, इसकी सूची आप लोगों को दी जाती है पहले से। അല്ലേ? അങ്ങനെയാണോ? वैसे ही ഉണ്ട്. ഡൂസ് ആൻഡ് ഡോൺസ് അല്ലെങ്കിൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിന്റെ ലിസ്റ്റ് ഉണ്ട്. और वहां पर दिया जाता है कि क्या करें क्या नहीं करें, इसकी सूची दी जाती है. നിങ്ങളുടെ പോസ്റ്റ് എന്താണ്, നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ഡിഫൈൻ ചെയ്തു തരും. आप लोगों की जिम्मेदारी क्या खास है उस विषय में भी खास लिख कर देता है आप लोगों को. എന്നാൽ കല്യാണം കഴിച്ചപ്പോൾ അങ്ങനെ കാണാൻ നമ്മൾ ചെയ്തായിരുന്നോ? क्या आपकी शादी हुई थी तो तभी आपकी शादी में क्या जिम्मेदारी है ये इसकी सूची आपको लिख कर दी गई थी? ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെ കാണാൻ വല്ല എക്സ്ചേഞ്ച് നടന്നോ? क्या पति और पत्नी की जिम्मेदारी क्या क्या है ये लिखकर आपको सूची बनाकर दी गई थी? ഇല്ല. नहीं. അങ്ങനെ ഒരു കുടുംബജീവിതമാണെങ്കിൽ അത് കുടുംബജീവിതമല്ല, അത് ഏതാണ്ട് ഒരു ഓഫീസിന്റെ ഒരു കമ്പനി, അത്രേ ഉള്ളൂ. अगर ऐसी सूची अगर शादी में विवाह में दी जाती तो वो शादी नहीं रह जाएगा, कोई ऑफिस होगा फिर वो. തിരുവെഴുത്തിൽ ദൈവം നമ്മോട് ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം, ഞായറാഴ്ചത്തെ ഡ്യൂട്ടി ഇതാണ്, തിങ്കളാഴ്ചത്തേത് ഇതാണ് എന്നൊരു ലിസ്റ്റ് ബൈബിൾ തരുന്നില്ല. परमेश्वर ऐसा कोई हमको सूची नहीं दी है कि फलाने फलाने दिन पे ये करना है, फलाने दिन पे ये नहीं करना है, ऐसी कोई सूची हमको देता नहीं है परमेश्वर. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? क्या आप लोग हमारे संग हैं? സ്തോത്രം. അപ്പോൾ പിന്നെങ്ങനെയാ നാം വിശുദ്ധരാകുന്നത്? तो फिर हम पवित्र किस प्रकार से हो सकते हैं? ഓർക്കുന്നു, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഇക്വേഷൻ, ഒരു സൂത്രവാക്യം ഞാൻ പറഞ്ഞിരുന്നു. उस कुछ हफ्तों पहले वो कैसे संभव हो सकता है इस विषय में एक छोटा सा इक्वेशन आप लोगों को दिया था मैंने. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? कम से कम एक तो व्यक्ति को याद हुआ, वो बता सकते हैं? ഇല്ല. വളരെ സരളമായ അർത്ഥത്തിൽ വിശുദ്ധരാകുക എന്നാൽ എന്ത്, എങ്ങനെ എന്നായിരുന്നു ഞാൻ അന്ന് പറഞ്ഞത്. सरल तरीके से हम किस प्रकार पवित्र बन जाए या पवित्र हो जाए इसके संबंध में मैं कहा था. എനിക്ക് തോന്നുന്നു 4-5 ആഴ്ചയായിട്ടുള്ളൂ. 4 या 5 हफ्ता शायद बीत गया होगा. പടൻ നോ, അതെനിക്കൊന്ന് സാംസിൽ നിന്നായിരുന്നു. അതും ഇക്കൂട്ടത്തിൽ ചേർക്കാം. പക്ഷെ അന്ന് സരളമായിട്ട് പറഞ്ഞത് ഇത്രേ ഉള്ളായിരുന്നു: ദൈവവും നമ്മളും തമ്മിൽ അലൈൻമെന്റിലാവുക, ദൈവവും നാമും തമ്മിൽ താദാത്മ്യപ്പെടുക. परमेश्वर हाँ हम जो है एक सोच विचार के हो जाएं. അതിലാണ് പറഞ്ഞത് ദൈവം വെറുക്കുന്നതിനെ നമ്മൾ വെറുക്കുക. और परमेश्वर जिससे घृणा करते हैं हम भी उससे घृणा करें. ദൈവം സ്നേഹിക്കുന്നതിനെ നാം സ്നേഹിക്കുക. और परमेश्वर जिससे प्रेम करते हैं उससे हम भी प्रेम करें. ദൈവം ആഗ്രഹിക്കുന്നത് നാമും ആഗ്രഹിക്കുക. परमेश्वर जो चाहते हैं हम भी उसी को चाहें. ദൈവം വില കൽപ്പിക്കുന്നതിന് നാമും വില കൽപ്പിക്കുക. परमेश्वर जिसको मोल देते हैं उसको हम भी मोल दें. ഏറ്റവും സരളമായിട്ടുള്ള വിശുദ്ധീകരണത്തിന്റെ അവസ്ഥയാണ്. पवित्रीकरण के संबंध में सबसे सरल भाषा में यही कहते हैं. മുട്ടിന് താഴെ വരെ എത്തുന്ന വെള്ള കുർത്ത ഇട്ടത് കൊണ്ട് വിശുദ്ധനാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. अगर घुटने से थोड़ा नीचे तक का कुर्ता पहनना है ऐसा निर्देश दिया होता तो साफ होता था और इजी हो जाता था. നാം വെള്ളയിട്ടത് കൊണ്ടും മീശ വടിച്ചത് കൊണ്ടും ആഭരണം ഊരിയത് കൊണ്ടും ഒന്നും വിശുദ്ധരാകുന്നില്ല. और हमारे गहने निकाल देने से, मूछ को काटने से या सफेद वस्त्र पहनने से हम पवित्र नहीं बनते हैं. എന്നാൽ നമ്മുടെ മനസ്സും ദൈവത്തിന്റെ മനസ്സും താദാത്മ്യപ്പെടുമ്പോഴാണ് നാം വിശുദ്ധരാകുന്നത്. मगर परमेश्वर का हृदय और हमारा हृदय एक ही विचार के हो जाए तब हम पवित्र बन सकते हैं. ശലോമോനും ആമോസും ഒക്കെ പറയുന്നുണ്ട്, 2 പേർ തമ്മിൽ ഒത്ത
പുറത്തല്ലാതെ എങ്ങനെ ഒരുമിച്ച് നടക്കുമെന്ന്. सलोमन भी कहता है, आमोस भी इस प्रकार कहता है कि दो व्यक्ति लोग अगर एक ही विचार के न हो तो संग कैसे चल सकते हैं? ഒരിക്കലും പറ്റത്തില്ല. नहीं हो, साथ में नहीं चल सकते हैं वो. നമുക്ക് ഇന്ന് നമ്മൾ പഠിച്ച വിഷയത്തിനനുസരിച്ച് സങ്കീർത്തനത്തിൽ നിന്ന് ദൈവത്തോടൊപ്പം സഞ്ചരിക്കേണ്ടവരാണ്. परमेश्वर के संग चलने वाले लोग होने चाहिए हम. എങ്ങനെ പറ്റും അത്? वो हम कैसे संग चल सकते हैं? ദൈവത്തിന്റെയും നമ്മുടെയും മനസ്സുകൾ ഒരുമിച്ചാൽ അത് സാധിക്കും. दोनों परमेश्वर के और हमारे मन एक समान हो जाए तो फिर हम चल सकते हैं. സ്തോത്രം. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? इसका मतलब आप लोग समझ रहे हैं? ഒന്ന് പ്രതികരിക്കാവോ? कोई उत्तर दे. സ്തോത്രം. ദൈവം വെറുക്കുന്നതിനെ നാം വെറുക്കുക. परमेश्वर जिससे घृणा करते हैं उससे हम भी घृणा करें. ദൈവം സ്നേഹിക്കുന്നതിനെ നാം സ്നേഹിക്കുക. परमेश्वर जिससे प्रेम करते हैं उससे हम भी प्रेम करें. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടു ദൈവം പാപത്തെ വെറുക്കുന്നു. हमने देखा कि परमेश्वर पाप से घृणा करते हैं. കാരണം उसका कारण है ദൈവം പരിശുദ്ധനാണ്. क्योंकि परमेश्वर पवित्र है. പരിശുദ്ധനായ ദൈവത്തിന് പാപം കണ്ടുകൂടാ. और पवित्र परमेश्वर पाप देख नहीं सकता. പാപത്തിൽ അവൻ രസിക്കുന്നില്ല. और पाप में वो कोई आनंद नहीं पाता. പാപത്തിൽ ദുഷ്ടതയിൽ അവൻ പ്രസാദിക്കുന്നില്ല. अधर्म के कार्यों में और पाप में कई प्रसन्नता नहीं पाता है वो. അങ്ങനെ തന്നെ നാമുമാകണം. उसी प्रकार के हम भी बन जाएं. സ്തോത്രം. ഇതാണ് നാം പാപത്തെ വെറുക്കേണ്ട ഒന്നാമത്തെ കാരണം. यही है पाप से घृणा करने का पहला कारण. നമ്മുടെ ദൈവം പാപത്തെ വെറുക്കുന്നു. हमारा परमेश्वर पाप से घृणा करता है. അതുകൊണ്ട് നമുക്കും പാപത്തോട് ശത്രുതാ മനോഭാവം വേണം. इसीलिए शत्रुता का भावना हमारे मन में हो पाप के खिलाफ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ പാപമാക്കപ്പെട്ടു. परमेश्वर यीशु मसीह जो है हमारे लिए पाप बनाया गया सूली के ऊपर. അങ്ങനെ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടാണ് യേശു ക്രൂശിൽ തൂങ്ങിയത്. हमारे लिए पाप बनकर जो है सूली पर लटक कर मर गया. പാപമാക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന യേശു നിലവിളിച്ചു, എന്റെ പിതാവേ, ദൈവമേ, എന്റെ ദൈവമേ, എന്നെ നീ കൈവിട്ടതെന്ത്? जब वो जो पाप होकर सूली पे लटका वो इस प्रकार पिता से रहा, हे पिता मुझे क्यों तू त्यागता है कर. സ്തോത്രം. ദൈവം യേശുവിനെ കൈവിട്ടു. परमेश्वर यीशु मसीह को त्यागा. യേശുവിന്റെ നിലവിളിയെ പിതാവ് കേട്ടില്ല. परमेश्वर पिता ने बेटा का पुकार को ना सुना किया उसने. കാരണം उसका कारण क्या था? അപ്പോൾ യേശു പുത്രനായിട്ടല്ല, പകരം പാപമായിട്ടാണ് ക്രൂശിൽ കിടന്നത്. तभी वो पुत्र कर नहीं, पाप बनकर सूली पर लटका हुआ था. അത്രയ്ക്ക് വെറുപ്പായിരുന്നു ദൈവത്തിന് പാപത്തോട്. उतना घृणा करता था परमेश्वर पाप से प्रति. ഇപ്പോൾ ആ സ്വഭാവത്തിന് ഒരല്പം മാറ്റം. अब परमेश्वर के हृदय में थोड़ा रूपांतरण हो गया. पाप से थोड़ा कम घृणा करता है, ऐसा है क्या? नहीं, ഒരിക്കലും അല്ല. कभी नहीं. രാവിലെ പറഞ്ഞതുപോലെ ഹീസ് അൺചേഞ്ചബിൾ. वो कभी न बदलने वाला परमेश्वर है वो. പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവത്തിന് ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല, ഒരിക്കലും വരികയുമില്ല. पाप के प्रति जो परमेश्वर की भावना है वो पहले भी वैसा ही था, आज भी वैसा ही है, आगे भी वैसा ही रहेगा. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. एक और बात करके मैं समाप्त करूंगा. സമയം ഏതാണ്ട് ഒരു 5 മിനിറ്റ് ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. समय 5 मिनट आगे है. സ്തോത്രം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നാം പാപത്തെ എന്തുകൊണ്ട് വെറുക്കണം, പാപം എന്താണെന്നുള്ളതാ. मैं आगे समझाऊंगा कि पाप किसे कहते हैं, क्या है पाप. ഒന്നാമത് ദൈവം പാപത്തെ വെറുക്കുന്നത് കൊണ്ട് നാം പാപത്തെ വെറുക്കണം. क्योंकि परमेश्वर पाप से घृणा करते हैं, हम भी घृणा करें. 2, ഇപ്പോൾ പറയാൻ പോകുന്നത് പാപം ഇതായതുകൊണ്ട്, പാപം ഇങ്ങനെ ആയതുകൊണ്ട് നാം പാപത്തെ വെറുക്കണം. पाप ऐसा है, पाप ये है, इसके लिए हमें उसे घृणा करना है. സ്തോത്രം. എന്തൊക്കെയാ പാപം? पाप क्या क्या है? ഒരു 5-6 കൂട്ടം കാര്യം വേഗത്തിൽ പറയാം, വിവരിക്കുന്നില്ല, സമയമില്ല. 5-6 बातों को पाप के संबंध में मैं कहता हूं. 1, एक है ഐശയ്യ 1:6. आइजया 1:6.
सड़े हुए घाव. It is putrefying sores. Sin is like putrefying sores. वो एक सड़े हुए घाव के समान है पाप. സ്തോത്രം. മലയാളത്തില് എന്താ പറയണമാ? ഇച്ചിരി മുറച്ച് ഇച്ചിരി ഒന്ന് ശബ്ദം എടുത്ത്. പഴുത്ത വ്രണം. സ്വന്തം ശരീരത്തിൽ തന്നെ വ്രണം പഴുത്ത് നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ അഴുകി വാട വെച്ചാൽ നമുക്കത് സുഖകരമായിട്ട് തോന്നുമോ? हमारे शरीर में अगर कोई घाव हो जाए और पक जाए, वो उसमें से कोई बदबू आने लगे, क्या हमें वो पसंद होगा? हमारा शरीर है, फिर भी क्या हमें उसे पसंद होगा? ഒരിക്കലില്ല. नहीं. അപ്പോൾ സ്വന്തം ശരീരത്തിലെ പഴുത്ത വ്രണങ്ങളെ പോലും നാം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പാപത്തെ അതിലും ഗൗരവമായി നാം വെറുക്കണം. हमारे शरीर में कोई घाव हुआ, वो देख करके अच्छा नहीं लगता है, उसे घृणा करते हैं, तो फिर पाप से हमें कितना ज्यादा घृणा करना होगा. 2. दूसरी बात, ഇനി ഞാൻ വായിപ്പിക്കുന്നില്ലെങ്കിൽ പറഞ്ഞു പോകാം. Psalms 38:4. ഭജൻ 38:4. അവിടെ നാം കാണുന്നു, sin is like a heavy burden. വഹിക്കാൻ കഴിയാത്ത അതിഭയങ്കരമായ ഭാരമാണ് പാപം. वो मैं नहीं उठा सकता, ऐसा भारी बोझ बन गया है पाप मेरे पर. ചിലപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം നല്ല പഴുത്തയൊക്കെ ഉണ്ട് കൊണ്ടു. कई बार हम गांव जाकर हम लोग कहते हैं बहुत बड़ा फनस है, बहुत अच्छा है, ले जाइए, लोग कहेंगे. അടുത്ത ആള് പറയും, സൂസനും കുഞ്ഞുങ്ങൾ അവിടെ ഇല്ലയോ, നമ്മുടെ കപ്പയാ, 2 എണ്ണം കൊണ്ടുപോകും. सूसन और बच्चे बॉम्बे में है, थोड़ा सा कप्पा है, बाकी ले जाइएगा. ചിലപ്പോൾ വിചാരിക്കുക, ശരിയാ ഞാൻ ഇവിടെ വന്ന് ഇതൊക്കെ കഴിച്ചു, പാവം സൂസനും പിള്ളേരും അവിടെ, 2 എണ്ണം കൊണ്ടുപോവാ, പെറുക്കി വെച്ച് കെട്ടും, എടുത്തോണ്ട് ആരെങ്കിലും സ്റ്റേഷനിൽ കൊണ്ടുവിടും. ഇത് കഴിയുമ്പോഴാണ് വിചാരിക്കുന്നത് കൊണ്ടുവരണ്ടായിരുന്നു. പിന്നെ തലേ കൈവച്ച് പറയും, ഇനിയും ഒരു സാധനം ഞാൻ കൊണ്ടുവരത്തില്ല. कई बार गांव जाने के बाद में बहुत सामान हो जाने पर ट्रेन तक तो कोई पहुंचा देता है, और उसके बाद जब उठाने का बारी आता है तो लगता है कि किससे भी ज्यादा प्रेम करूं तो मगर कभी किसी के लिए कोई बोझ न लाऊंगा, ऐसा मन में ठान लेता है. നിങ്ങൾക്കൊക്കെ അനുഭവം കാണുമല്ലോ. आप लोग भी ऐसा अनुभव करते होंगे. സ്തോത്രം. ചിലപ്പം വിചാരിക്കും ഇത് വിടങ്ങാണോ അങ്ങ് ഇട്ടിട്ട് പോയേക്കാം. कई बार आपको लगता है कि उठाया हुआ लाया हुआ बोझ जो है कहीं डालकर आगे बढ़ता हूं मैं. അതിനേക്കാൾ വലിയ ഭാരമാണ് പാപം. और उससे भी भारी बोझ है पाप. വഹിക്കാൻ വലിച്ചുകൊണ്ട് പോകാൻ ഇഷ്ടപ്പെടുവോ? क्या आप लोग उसको उठाकर आगे ले जाना चाहते हैं? സ്തോത്രം. വിശദീകരണം കർത്താവ് എന്തെങ്കിലും അടുത്ത ആഴ്ച തരാം. आगे के दिनों में उसका वर्णन किया जाएगा. സ്തോത്രം. 3. तीसरा, തീത്തോസ് 1:15. तीतोस 1 अध्याय उसका 15वां वाक्य. It is defiling filth. അശുദ്ധമാണ്, നമ്മെ വെറും അഴുക്കാക്കുന്ന അശുദ്ധമാണ് പാപം. हमें अशुद्ध बनाने वाला एक वस्तु है पाप. അതുകൊണ്ടാണ് നമ്മെ മലിനപ്പെടുത്തുന്നതാണത്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 7:1 പറഞ്ഞത്, സകല ആത്മാവിലും ജഡത്തിലുമുള്ള സകല കന്മഷം മലിനതയും നീക്കി. അപ്പോൾ ഇത് മലിനതയാണ്. शरीर और आत्मा में जो भी अशुद्धताएं हैं उस अशुद्धता को दूर कीजिए, उस प्रकार की अशुद्धता है ये. സ്തോത്രം. അഴുക്കായ എന്തെങ്കിലും വസ്തു നാം തൊടാൻ ആഗ്രഹിക്കുമോ? कोई गंदा हुआ या अशुद्ध वस्तु से दूर रहना चाहते हैं, कभी पसंद नहीं करेंगे उसे छुएं. ചിലർക്കാണെങ്കിൽ മീൻ ഇഷ്ടമാണ്. कई लोगों को मछली पसंद है.
പക്ഷേ തൊട്ടാൽ നാറുമെന്നും പറഞ്ഞ് കഴിക്കത്തില്ല. और कुछ लोग ये सोचते हैं कि उसको छू लेने से बदबू आएगी, इसलिए नहीं खाते हैं. അപ്പോൾ അങ്ങനെ നമ്മെ അശുദ്ധമാക്കുന്ന മലിന വസ്തുവാണ് പാപം. हमें वैसे अशुद्ध और मलिन करने वाला वस्तु है पाप. മത്തായി 6:12-15 വരെ. मत्ती 6 का 12वां आयत से 15 तक बताते हैं, इट ഈസ് എ ബൈൻഡിങ് ഡെപ്റ്റ്. പാപം എന്ന് പറയുന്നത് നമ്മെ പ്രതിക്കൂട്ടിലാക്കുന്ന കടബാധ്യതയാണ്. എ ബൈൻഡിങ് ഡെപ്റ്റ്. हमको वहां पर यह बताया है कि पाप हमको ऐसा बांधने वाली कर्जा है. हमको बांधने वाले कर्जा. സ്തോത്രം. ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും ഒരല്പമായിരിക്കും, ഒരു ശകലം, ചിലപ്പോൾ ഒരു 100 രൂപ ഞാൻ അലക്സ് ബ്രദറിന് കടംപെട്ടിരിക്കുന്നെങ്കിൽ ആ 100 രൂപയ്ക്കുള്ള ചീത്തയായിരിക്കത്തില്ല അദ്ദേഹം എന്നെ വിളിക്കുന്നത്. अगर 100 रुपए में एलेक्स से कर्ज लिया तो वो कर्ज का भार देकर कभी एलेक्स शायद उसे उन्हें गाली नहीं देते हो. നാം എന്തെങ്കിലും കടപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മെ ആ കടബാധ്യത എന്ത് ചെയ്യും? ബന്ധിക്കും. अगर किसी से कर्ज लिया तो वो कर का जो बोझ है हमें बांध कर रखता है हमेशा. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ബാങ്കുകാരങ്ങ് വിളിക്കുക, നോ ഡോക്യുമെന്റേഷൻ, ഉടൻ തന്നെ 5 ലക്ഷം രൂപ വരെ ലോൺ തരാം. बैंक वाले सबको फोन करके कहते हैं कि कोई डॉक्यूमेंटेशन की जरूरत नहीं है, आपको 5 लाख रुपए तक का कर्ज दिया जाएगा. അങ്ങനെ കടമെടുത്ത പലരും ആത്മഹത്യ ചെയ്തത് നമുക്ക് പറയാം. ऐसे कई कर्ज लिए हुए लोग आत्महत्या तक कर देते हैं. പിന്നെ വന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി തടഞ്ഞു നിർത്തി താക്കോൽ എടുത്തുകൊണ്ട് പോകും. और कई बार क्या होता है, दौड़ाकर गाड़ी चलाने जाते हैं, दौड़कर लोग आते हैं, गाड़ी रोकते हैं और चाबी लेकर भाग जाते हैं. ബന്ധിക്കുന്ന ബാധ്യതകൾ. ऐसे बांधने वाले कर्ज के समान है पाप. 1 യോഹന്നാൻ 1:6. 1 यूहन्ना 1:6. ഇറ്റ് ഈസ് ഡാർക്ക്നെസ്. പാപം എന്ന് പറയുന്നത് കുറ്റിരുട്ടാണ്. अंधकार के समान है, जो जहां पे कुछ भी नहीं दिखाई पड़ता वो पाप है. ഇരുട്ടത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മൾ? जो अंधकार में बैठना क्या हमें पसंद है? സ്തോത്രം. ഇന്നലെ ഒരാള് പറഞ്ഞു, ബോംബെയിലെ പിള്ളേർക്ക് ഇരുട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്ത് പോലും ഇല്ലെന്ന്. एक व्यक्ति ने इस प्रकार कहा कि बॉम्बे में रहने वाले बच्चों को अंधकार क्या है वो जानते नहीं है. രാത്രി വീട്ടിലെ ലൈറ്റിൽ ഓഫാക്കിയാലും ജനലിൽ കൂടെയും കട്ടന്റെ അകത്തൂടെയും പുറത്തെ വെട്ടകത്ത് വരും. अगर घर के अंदर अंधेरा कर दिया जाए तो फिर कर्टन के अंदर से दूसरे का रोशनी दिखाई पड़ता है. ഇരുട്ടാണ്, ഘോര അന്ധകാരമാണ്, घोर अंधकार है पाप. അവസാനമായിട്ട് യെശയ്യാ 1:18. യെശയ്യാ 1:18. ഇറ്റ്സ് സ്കാർലറ്റ് സ്റ്റെയിൻ. ഇത് രക്താംബരം പോലെയുള്ള കറയാണ്. वो एक लाल रंग का धाग രക്താംബരം പോലെ കറയും കളങ്കിതവുമാണ് പാപം. जो है लाल रंग, खून के रंग का अजवानी रंग ना, स्टेन को क्या बोलते हैं? दाग. ओके. നമ്മുടെ ഞാൻ നോക്കായിരുന്നു, എങ്ങാണ്ടിട്ടപ്പോൾ ഒരു ഇച്ചിരി തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. मैं कपड़ा ये जो पहना हूँ इसमें छोटा सा रस्ट का दाग लगा हुआ है. ചിലപ്പോൾ ചിലയിടത്തൊന്നും ഇട്ടുകൊണ്ട് പോകാൻ ഒരു ചെറിയ പൊട്ട് പോലത്തെ നിറം മാറിയാലും നമുക്ക് പ്രയാസമാണ്. कई बार कोई अच्छा कपड़ा पहना उसमें छोटा सा भी दाग होगा, दूसरों के सामने पहन कर जाने के लिए ठीक नहीं लगता, वो उतार देते हैं. ഞങ്ങളൊക്കെ എവിടെയെങ്കിലും പോകുമ്പം മിക്കവാറും, പ്രത്യേകിച്ച് കല്യാണം എന്നൊക്കെ പോകുമ്പം സൂസം പറയും, പോകുന്നത് കൊള്ളാം, ഇതുപോലെ ഇങ്ങ് വരണം.
कई बार मैं शादियों में जाता हूँ, सूजन कहती हैं जाता तो ठीक है मगर जिस प्रकार जाता है उसी प्रकार आना है कर कर। മിക്കവാറും പേരെ തിരിച്ചു വരുമ്പം ഇവിടെ എല്ലാം കറിയാക്കിയേ വരത്തുള്ളൂ. अगर शादी में जाता है तो साफ कपड़ा पहनकर शादी से लौटते वक्त कुछ ना कुछ तो दाग लग ही जाता है उसमें। മുമ്പിൽ നിന്ന് കഴിക്കുമ്പോൾ വീടിലെ ചെല്ല് പുറകിൽ നിന്ന് കൊണ്ടുവന്ന് കൂട്ടിക്കും. अगर कुछ खाना सामने से न गिरे तो कोई लाकर पीछे से ठोक देता है और पीछे पीछे दाग हो जाता है। ഇപ്പൊ അതുകൊണ്ട് കല്യാണത്തിനൊക്കെ പോയാൽ ലൈനിൽ പോലും നിൽക്കത്തില്ല, മാറി എവിടെയെല്ലാം നിൽക്കും. കിട്ടിയില്ലേലും സാരമില്ല, തുണി അഴുക്കാകരുത്. मगर अभी शादी में जाने के बाद धक्का बुक्की भी नहीं करेगा, लाइन भी नहीं रहेगा। अगर कपड़ा साफ रखने के लिए खाना नहीं खाना तो दूर रहेगा खाने से। ഇവിടെ പാപം ഒരിക്കലും മാറാത്ത കറകളാണ്. न मिटने वाला दाग है हमारे जीवन में पाप। അതെ, ഇങ്ങനെയുള്ള പാപത്തെ നാം വെറുക്കണം. इस प्रकार के पाप को आपके जीवन में घृणा करना होगा। പാപം ഈ വിധമായതുകൊണ്ട് അതിനോട് ഒരു തരത്തിലും അനുരഞ്ജനം പാടില്ല. इस प्रकार के वस्तुओं को हम पाप कहते हैं, इसीलिए पाप के प्रति कोई लगाव न हो आपका। നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട ദൈവപുത്രന്റെ രക്തത്താൽ നമ്മുടെ പാപക്കറകളെ നമുക്ക് കഴുകാം. हमारे लिए पाप बना हुआ परमेश्वर यीशु मसीह का लहू से हमें पाप से धोया गया है, इसीलिए पाप से प्रेम न करें। ഇപ്പോഴും പാപത്തിന്റെ കറകൾ നമ്മിൽ ഉണ്ടെങ്കിൽ പിതാവിനോട് പറയാം, പിതാവേ, പുത്രന്റെ രക്തത്താൽ ഒന്നുകൂടെ എന്നെ കഴുകണമേ. अगर पाप का दाग आपके जीवन में है तो पिता से प्रार्थना करें कि आपके बेटे का पवित्र लहू से मेरे दाग को निकाल दे। അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടവരെ ചേർക്കുവാൻ പരിശുദ്ധനായ കർത്താവ് മേഘങ്ങളിൽ വരാറായി. ऐसे पवित्र किए हुए लोगों को लेने के लिए परमेश्वर बादलों के ऊपर फिर वापस आने वाला അവൻ है। ഒരിക്കൽ പാപം നിമിത്തം പ്രത്യക്ഷനായി. एक बार पाप के प्रति पाप में मरने के लिए आया था, എന്നാൽ ഇനിയും അവൻ വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. मगर अब वापस लौट कर आकर है पवित्र लोगों के साथ जो उसके आगमन की बाट जोते हुए पवित्रताई में जीवन बिताते हैं। അവന് വേണ്ടി കാത്തു നിൽക്കുന്നവർ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കും. और जो परमेश्वर पवित्र है उस प्रकार पवित्रताई के साथ जीवन बिताने वाले लोगों के लिए आ रहा है। ഇന്ന് ഈ പകലിൽ നമുക്ക് ആ കർത്താവിനെ എതിരേൽക്കുവാൻ വിശുദ്ധീകരണത്തിനായി സമർപ്പിക്കാം. उस परमेश्वर के आगमन में पवित्रताई के साथ जीवन बिताने वाले लोग हो जाएं हम। പാപത്തെ വെറുക്കുവാൻ ദൈവത്തോട് കൃപയാചിക്കാം. और पाप से द्वेष करने वाले लोग हम बन जाएं। ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. हम अपने जीवन को प्रभु के अधीन कर देते ഈ हैं വചനങ്ങളാൽ ദൈവം നമ്മെ और इन അനുഗ്രഹിക്കുമാറാകട്ടെ. वचनों के द्वारा परमेश्वर आपको आशीषित करें। ആമേൻ.